എനിക്കിപ്പോഴാ ഒരു സമാധാനമായത്. എനിക്കും. അവര് തിരികെ വന്നാലുടനെ നമുക്ക് രണ്ടുപേരും പിടിച്ചും കെട്ടിക്കണം അച്ഛാ. അവരുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാം. ഹലോ വിനീത്, ഞാനാ സച്ചിദാനന്ദൻ. ഞാൻ തന്ന 2 നമ്പറിൽ ഏതെങ്കിലും ഒന്ന് സ്വിച്ച് ഓൺ ആയിരുന്നോ? ട്രേസ് ചെയ്യാൻ പറ്റിയോ? ഇല്ലേ? ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തേക്കണേ. ശരി. അപ്പൊ അടുത്തുള്ള ഏറ്റവും നല്ല മുഹൂർത്തം എന്താ? എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെയാണ്. നിങ്ങൾ വിളിച്ച് വേഗം നടത്തണമെന്ന് പറഞ്ഞപ്പോഴാ ഒരു സമാധാനമായത്. സത്യം. അല്ലെങ്കിൽ പെണ്ണ് കണ്ട് എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞാ പിന്നെ ഒന്നും വെച്ച് താമസിപ്പിക്കരുത്. താമസിക്കും തോറും മുടങ്ങാനുള്ള സാധ്യതയും കൂടും. അല്ല, വിവാഹത്തിനുള്ള പൈസയൊക്കെ ഒത്താ? അതൊക്കെ ഉടനെ ശരിയാകും. മതി 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 മതി, എല്ലാം സമയത്തിന് നടന്നാ മതി. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. സമയത്തിന് പൈസ കിട്ടിയില്ലെങ്കിലും വിവാഹം മുടങ്ങാനൊന്നും പോകുന്നില്ല. ആദരമോളെ നിങ്ങളിങ്ങ് തന്നാ മതി. സന്തോഷത്തോടെ ഞങ്ങളും കൊണ്ടുപോയിക്കോളാം. വേറെ ഒരു കാര്യമോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. സമയത്ത് ഞങ്ങളെല്ലാം ചെയ്യും. മറ്റന്നാൾ നിശ്ചയം കഴിഞ്ഞ ഉടൻ പെട്ടെന്നൊരു മുഹൂർത്തം നോക്കി നമുക്ക് വിവാഹം നടത്തണം. ആ ദിവസത്തിനുള്ളിൽ ഞങ്ങളെല്ലാം ശരിയാക്കിക്കൊള്ളാം. അതെ, എല്ലാവരും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ലോ ഇതൊക്കെ നടത്തുന്നത്. അതൊക്കെ ആ സമയത്ത് നടന്നോളും. നടത്തണം. അങ്ങനെ നടത്തുന്നതാ പെണ്ണിന്റെ അച്ഛന്റെയും സഹോദരന്റെയും മിടുക്ക്. അല്ല, ആദര ഇവിടെ ഇല്ലേ? ഇവളിതെവിടെ പോയി? പുറത്തേക്കൊന്നും കണ്ടില്ല. അവളകത്തുണ്ട്. ആതിര എപ്പോഴും ഈ വീട്ടിൽ തന്നെയാണല്ലേ? ഞങ്ങൾ അങ്ങനെ പെൺകുട്ടികളെ വീട്ടിൽ ഇട്ട് തന്നെ വളർത്തുന്നവരല്ല. അതിപ്പോ കുടുംബത്തിലുള്ളതായാലും വന്നു കയറുന്നതായാലും ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നവരാ ഞങ്ങള്. മാസത്തിൽ 1-2 തവണയെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ സ്ത്രീകൾ പുറത്തു പോകണം. അപ്പോഴല്ലേ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവർക്ക് കൂടി മനസ്സിലാകൂ. ആ പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ആതിരെ ജോലിക്കൊന്നും വിടുന്ന പ്രശ്നമേ ഇല്ല കേട്ടോ. അങ്ങനെ ആതിര കൊണ്ടുവന്നിട്ട് വേണ്ട പുത്തമ്പലയിൽ കുടുംബത്തിന് കഴിയാൻ, അല്ലേ? അജയന്റെയും ഇവർ 2 പേരുടെയും കാര്യങ്ങൾ നോക്കാൻ ഒരു ദിവസം തന്നെ തികയത്തില്ല. പിന്നെ എപ്പോഴും ജോലിക്ക് പോകാനാണ്. തന്നെയുമല്ല, അജയന്റെ അച്ഛന്റെ അമ്മ കിടപ്പിലാണ്, ഭാർഗവി അമ്മ. അവരുടെ കാര്യങ്ങളോ ഇനി അങ്ങോട്ട് നോക്കരുത്. ആതിരെ
ചുരുക്കി പറഞ്ഞ അണിഞ്ഞൊരുങ്ങി നടക്കാനൊന്നും ആതിരയ്ക്ക് സമയം കിട്ടുന്നില്ല. വീട്, പറമ്പ്, കന്നുകാലി, ഭാർഗവിയമ്മ, മരുന്ന് ഭാർഗവിയമ്മ, വീട്ടില്. അയ്യോ, ഇവിടെ എന്തെങ്കിലും വിശേഷം നടക്കുവാണോ? എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആതിരയുടെ വിവാഹം ഉറപ്പിക്കുന്ന ഒരു ചെറിയ ചടങ്ങ് അത്രേ ആ, ഉള്ളൂ. ആ ഇരിക്കെ. ഇങ്ങോട്ടിരിക്കാം. ദേ, ഇതാ അജയന്റെ അച്ഛൻ, ഇതമ്മ. ഞാൻ അമ്മാവൻ ജനാർദ്ദനൻ. ഉം. നമ്മളെ കുറിച്ച് പറയാനൊക്കെ എന്തിനാ മറ്റുള്ളവര്? ഇത് അവന്തിക, ഇവിടുത്തെ അർച്ചനയുടെ ഭർത്താവിന്റെ ഏട്ടന്റെ ഭാര്യയാ. ആ, അല്ല, ആതിരെ കെട്ടാൻ പോകുന്ന പയ്യൻ വന്നില്ലേ? അവൻ വന്നില്ല. ഞങ്ങൾ വന്ന് ഉറപ്പിച്ചാ മതിയെന്ന് അവൻ പറഞ്ഞു. ഓ, അവനെപ്പോഴും തിരക്കല്ലേ, വലിയ വലിയ ഉത്തരവാദിത്തങ്ങളല്ലേ അവന്റെ തലയില്. അതുകൊണ്ട് എല്ലാം ഞങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കാനാ പറഞ്ഞ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അത് നന്നായി. ഇനിയും അധികം വെച്ച് താമസിപ്പിക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെ. പിന്നെ ഇവർക്ക് പണമൊക്കെ ശരിയാവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഇത്രയും നീണ്ടുപോയി. അല്ലെങ്കിൽ എപ്പോഴേ നടക്കേണ്ടതായിരുന്നു. ഓ, അങ്ങനെയാണോ? ഇനി ആ ഒരു കാര്യത്തിൽ ആർക്കും ടെൻഷനൊന്നും വേണ്ട. എന്താണോ അജയന്റെ വീട്ടുകാർ ചോദിക്കുന്ന സ്ത്രീധനം, അത് ഞാൻ തരും. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. തരും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഉള്ളതാണോ കുറ്റേ? എന്നെ ശരിക്കറിയാത്തതുകൊണ്ട് അമ്മാവൻ അങ്ങനെ ഒരു സംശയം. അതിന്റെ ഒന്നും ആവശ്യമില്ല അവന്തി. ആതിരയുടെ ആവശ്യമുള്ളത് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ഛേ, അതെന്ത് വർത്തമാനാ മാഷേ? ഒരാള് കയ്യഴിഞ്ഞ് സഹായിക്കാന്ന് പറയുമ്പോ അത് നിഷേധിക്കല്ലേ? ധൈര്യമായിട്ട് വാങ്ങിക്കോ. അപ്പൊ പിന്നെ ഈ വീടിന്റെ പ്രമാണം ബാങ്കിൽ വെക്കേണ്ടി വരില്ലല്ലോ. കൊച്ചെ, ഞങ്ങൾ സ്ത്രീധനമൊന്നും ചോദിച്ചില്ല. അവരുടെ മകൾക്ക് അവരെന്ത് കൊടുത്താലും ഞങ്ങൾക്ക് സന്തോഷം. പിന്നെ 25 പവനിൽ കുറയാതെ കിട്ടണം. പിന്നെ പണം, അത് നിങ്ങളുടെ ആസ്തിക്കനുസരിച്ച് എന്തായാലും മതി. അത് പിന്നെ ഒരു 10 ലക്ഷം രൂപയിൽ കുറയില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അതൊരു തുകയാണോ? ആ, അത് കിട്ടിയിരിക്കും പോരെ? ആ? നിങ്ങൾ ധൈര്യമായിട്ട് വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. കാര്യങ്ങളൊക്കെ കൃത്യസമയത്തിന് നടന്നോളൂ. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞങ്ങൾ ആയിക്കോട്ടെ. അപ്പൊ ഇനി നിശ്ചയത്തിന് കാണാം. അമ്മാവ, അനൂപേ, ആ ശരി ശരി ശരി. കൊച്ചേ, അപ്പൊ കാണാം. ഇനി വരാം. അപ്പൊ ശരി, ശരി. അനൂപേ, ആ, സമയം കിട്ടുമ്പോ ഓഫീസിൽ ചെന്ന് പണം വാങ്ങിച്ചാൽ മതി. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ആ. അവന്തിക്ക് വിഷമം തോന്നരുത്. ആ പണം വേണ്ട. ഇപ്പൊ തന്നെ അവന്തിയുടെ മുന്നിൽ വലിയൊരു ബാധ്യതക്കാരനാണ് ഞാൻ. അത് തിരിച്ചു തരാൻ പറ്റത്തിൽ വിഷമമുണ്ട്. അതിൻ്റെ കൂടെ ഇനിയും കടം കൂടിയാൽ എനിക്ക് ശ്വാസം മുട്ടും. അവന്തികയുടെ നല്ല മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്.
അത്രയും വലിയ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണ്ട. സഹായത്തിന്റെ കാര്യമല്ല മാഷെ, ആതിര എന്റെ കൂടെ അനിയത്തിയല്ലേ. അതങ്ങനെ തന്നെ അവന്തിയെ. എന്നാലും മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്കും ആണല്ലോ. മാത്രമല്ല ആതിരയുടെ വിവാഹത്തിന് ഞങ്ങൾ വേറെ വഴി കണ്ടെത്തിയിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്തായാലും പ്രമാണം ബാങ്കിൽ കൊണ്ടുവയ്ക്കാൻ പോവല്ലേ, അത് നെല്ലിശ്ശേരി ഫൈനാൻസിൽ വെക്കൂ. തീരുമാനിച്ചതുപോലെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 50 ലക്ഷം രൂപ അടുപ്പിച്ച് വിവാഹ ചെലവ് വരും. ഈ വീടും സ്ഥലവും ബാങ്കിൽ വെച്ചാലും അത്രയും കിട്ടുന്ന ഉറപ്പുമില്ല. കിട്ടിയാലും വലിയ പലിശയും കൊടുക്കേണ്ടി വരും. നെല്ലിശ്ശേരിയിലാവുമ്പോൾ പലിശ അടയ്ക്കണ്ട നിങ്ങൾക്ക്. സാവധാനം മുതലടച്ച് പ്രമാണം തിരികെ എടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള തുകയും തരാം. ഇതും കൂടി നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. ആതിരയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കണം. സച്ചേട്ടന് ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അച്ഛൻ ഓരോന്ന് സ്വയം ആലോചിച്ച അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അത് തന്നെ അർച്ചന എന്റെ പേടി. സന്ദീപിനെ കാണാൻ വൈകുന്നോറും അച്ഛന് ഇത് തന്നെ ആയിരിക്കില്ല ചിന്ത. അത് ചിലപ്പോ ഇതിനേക്കാൾ വഷളാവുകയും ചെയ്യും. ഞാൻ സന്ദീപിനെ പറ്റി സംസാരിച്ചപ്പോഴൊക്കെ അച്ഛന് നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെയാ കണ്ടില്ലെന്ന് അടിക്കുന്നേ? സന്ദീപും എനിക്കും വിളിച്ചിരുന്നു. എന്നെയല്ല, അവന്തി എടുത്തേ. തന്നോടാര് പറഞ്ഞു? എന്നോടല്ല, അച്ഛനോട് എടുത്തേന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ട്രേസ് ചെയ്താ അവരെവിടാണുള്ളതെന്ന് മനസ്സിലാവുമല്ലോ. ഞാൻ എടുത്തോട് ചോദിക്കട്ടെ. ആ നമ്പർ ഇപ്പൊ തന്നെ വാങ്ങാം. അതിന് അങ്ങനെ ഒരു നമ്പർ ഇല്ലല്ലോ. അതെ സച്ചേട്ടാ, അങ്ങനെ ഒരു നമ്പറിൽ നിന്ന് കോള് വന്നിട്ടില്ല. അവന്തി അടുത്ത് കള്ളം പറഞ്ഞതാ. എന്തിന്? ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവന്തി അടുത്ത് ഈ കാര്യം പറഞ്ഞത്. അതെന്തിനായിരിക്കും ഇങ്ങനൊരു കള്ളം അപ്പൊ തന്നെ പറഞ്ഞെന്ന് സച്ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ അത് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാവില്ലേ? സന്ദീപിനെ എനിക്കും കാണാനില്ലെന്ന് കേസ് കൊടുത്ത് ഒരു അന്വേഷണം വന്നാ അവന്തി അടുത്തേക്ക് എന്താ കുഴപ്പം? അത് നേരത്തെ അന്നേ പറഞ്ഞ കാര്യമല്ലേ. അനഘ ഒരു പെൺകുട്ടിയാ. ഇതൊക്കെ കേസായി എല്ലാവരും അറിഞ്ഞാൽ സന്ദീപിനേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് അനഘയാവും. ഈ വീട്ടിലുള്ള കുറച്ചാളുകൾ കുറച്ച് കൂടുതൽ നിഷ്കളങ്കരാ സച്ചേട്ടൻ. അതാ ഓരോരുത്തരുടെ തലയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്നതും ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നതും. അത് താൻ പറഞ്ഞ ശരിയാ. നിഷ്കളങ്കരായ ആളുകളെ പ്രശ്നങ്ങൾ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും ചിലപ്പോ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറയും. താൻ ഇതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അനഘയുടെ കാര്യം കൊണ്ട് മാത്രമല്ല, അത് നമുക്കും അപകടം. ഒരന്വേഷണം വന്നാൽ അത് ചെന്നെത്തി നിൽക്കുന്നത് ആതിരയുടെ അടുത്തായിരിക്കും. സമാധാനപരമായി നമ്മളെല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാനിരിക്കുന്ന ആ കാര്യം, അതായത് സന്ദീപ് ആതിരയെ വിവാഹം കഴിച്ച കാര്യം പോലീസ് വഴി എല്ലാവരും അറിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാവില്ല നടക്കാൻ പോകുന്നത്. കേസിന്റെ ഗതി തന്നെ മാറും. വാദി പ്രതിയായി മാറും. മനസ്സിലായോ? അടുത്ത കളി കളിക്കാം.
നിന്നെ അംഗൻവാടിയിലല്ല കൊണ്ടുവന്നിരിക്കുന്നത്. നിന്നെ തട്ടിക്കൊണ്ടൊന്ന് കെട്ടിയിരിക്കടാ മണ്ട. ഓടാ വന്ന്. ഇവൻ എവിടെന്ന് വെച്ചാ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഇവൻ ഇവിടെയൊക്കെ നാശാക്കിയ പിന്നെ നമുക്ക് തന്നെ പണി. ഇവനൊരു ശല്യമായല്ലോ. എഴുന്നേക്കടാ. വലിയ മസിൽ കൊടുത്തൊന്നും വേണ്ട, വെറുതെ നാശാവും. ഉടങ്ങി കിടക്കണോടെ. നീ മിടുക്കാണെന്ന് എനിക്കറിയാം, പക്ഷെ ആ മിടുക്ക് എന്നോട് കാണിക്കല്ലേ. കേട്ടോ കൈ. ഒരു 15 മിനിറ്റ് ഇപ്പൊ വരാവേ. നിനക്ക് പോവാൻ തിരക്കൊന്നുമില്ലല്ലോ ചേച്ചി. മാഷേ, മാഷ്, ആ, നമ്മൾ വന്ന കാര്യം എന്താണെന്നറിയാലോ. സേതുവേട്ടനെ കാണുക, നമ്മുടെ കാര്യം സംസാരിക്കുക, തിരിച്ചു പോവുക. അല്ലാതെ സന്ദീപിന്റെ കാര്യങ്ങളോ അവനെ കാണാതായ കാര്യങ്ങളോ ഒന്നും പറയാൻ പോകണ്ട. ഇങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞാലും വലിയ അഭിപ്രായമൊന്നും പറയാൻ പോകണ്ട. ആ, ആ മാഷായിരുന്നു. വാ അകത്തേക്കൊരു. ഇരിക്കും. ഓ, എന്താ രണ്ടുപേരും കൂടി പെട്ടെന്ന്? നിങ്ങളെ പോന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാ ഇങ്ങോട്ട് വരാതിരുന്നത്. ഇപ്പൊ ആരെന്തു പറഞ്ഞാലും സമാധാനം കിട്ടില്ല മാഷേ. ചില വിധികൾക്ക് ആശ്വാസവാക്കുകളില്ലല്ലോ. സ്വയം നീറി ഒടുങ്ങാന്നല്ലാതെ മറ്റൊരു വഴിയില്ല.
ചില സമയത്ത് തോന്നും പിള്ളേരെന്തിനാ ഇങ്ങനെ കാണിച്ചെന്ന്. പിന്നെ അവരുടെ പ്രായം കണക്കിലെടുത്ത് സമാധാനിക്കാനല്ലേ പറ്റൂ. ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ കാര്യം ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറയണ്ടല്ലോ. പ്രത്യേകിച്ചും സന്ദീപിന്റെ. അവൻ കാണിച്ചതൊക്കെ നിങ്ങൾക്കും അറിയാലോ. അവനും അനക്കയായിട്ട് ഇത്രയും സ്നേഹം ഉണ്ടാവുന്ന നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? എന്തായാലും സ്നേഹിച്ച പെണ്ണിനെ തന്നെ സന്ദീപ് സ്വന്താക്കിയല്ലോ. അത് തന്നെ സമാധാനം.